ഹായ്, ഞാൻ സിത്താര. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ജയേട്ടൻ്റെ അപ്പോത്തിക്കിരിയ അങ്ങനെ ജയേട്ടൻ ഭയങ്കര ആക്ട് ചെയ്തിട്ട് അവാർഡൊക്കെ കിട്ടിയ സിനിമയൊക്കെ കണ്ടിട്ടുള്ള എനിക്ക് തോന്നുന്നു സിനിമയിലെ എല്ലാ ഒരു ചെറിയ റോള് ചെയ്യുന്നവർക്ക് കൂടെ അവരുടേതായ ഒരു സ്റ്റോറി ഉണ്ട് ഫുക്രി എന്ന സിനിമയിൽ. പ്രയാഗ ഇടയ്ക്ക് മിമിക്രി ഒക്കെ കാണിക്കും, സിദ്ദീഖ് സാറിനെ ജയേട്ടനെയൊക്കെ കാണിക്കും. ഇങ്ങനെ ഷാഹിനിയല്ലേ എന്നാലും ഇത് ചെയ്യണ്ടായിരുന്നു കേട്ടോ ഹരിയോടെന്നൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് പേര് വന്ന് പറയാറുണ്ട്. ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത സിനിമ സിദ്ദീഖ് സാറിൻ്റെ ഈ ഫുക്രി എന്ന സിനിമയാണ്. ഫോട്ടോ കണ്ട് സാറിനെ നേരിട്ട് വിളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫിക്സ് ആണെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ചോദിച്ചു സാർ എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ. അപ്പോൾ സാറിന് എന്നെ ഓർമ്മയുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. അത് ഞാൻ ഒരിക്കലും പറയില്ല, അത് സസ്പെൻസാണ്. ഹായ്, ഞാൻ സിത്താര. ഫുക്രി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ലുക്മാൻ അലി ഫുക്രി. ഫുക്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ ഫൺ മൂവിയാണ്. പിന്നെ നല്ല ഹ്യൂമറുള്ള സിനിമയാണ്. നമ്മൾ സിദ്ദീഖ് സാറിൻ്റെ പഴയ ഒരു സ്റ്റൈല് ഈ ഫുക്രി എന്ന സിനിമയ്ക്കുണ്ട്. ഫുക്രിയുടെ ക്യാരക്ടർ ആലിയ എന്നാണ്. ആലിയ എന്ന ക്യാരക്ടറിൻ്റെ പേര്. നല്ല ബോൾഡ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, മുസ്ലിം ഗേളാണ്. ഇത്ര എനിക്ക് ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഫുക്രിയിലേക്ക് വരുന്നത് നമ്മുടെ പ്രൊഡ്യൂസർ ആൻഡോ ചേട്ടനാണ്. സിദ്ദീഖ് സാറിന് എൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത്. ഫോട്ടോ കണ്ട് സാറിനെ നേരിട്ട് വിളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫിക്സ് ആണെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. പിന്നെ സാറിനെ സാറ് കണ്ട ഉടനെ എന്നോട് കഥ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഓക്കെയാണ് സാറിന് എന്നുള്ളത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സാർ ഓക്കെയാണ് അനു എന്ന് പറഞ്ഞത്. ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇന്നത്തെ കാലത്ത് ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാ ആക്ടേഴ്സും ഈ സിദ്ദീഖ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. എനിക്കും അതെൻ്റെ ഒരു വലിയ സ്വപ്നമാണ് സിദ്ദീഖ് സാറിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുക എന്നുള്ളത്. പെട്ടെന്ന് തന്നെ ആ സ്വപ്നം സാഫല്യമായതിൽ ഒരുപാട് സന്തോഷം തോന്നി ആ ടൈമിൽ. ലൊക്കേഷനിൽ ഫസ്റ്റ് ഡേ ജയേട്ടൻ്റെ കൂടെ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്ത ജയേട്ടൻ്റെ കൂടെയായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ജയേട്ടൻ്റെ അപ്പോത്തിക്കിരിയ അങ്ങനെ ജയേട്ടൻ ഭയങ്കര ആക്ട് ചെയ്തിട്ട് അവാർഡൊക്കെ കിട്ടിയ സിനിമയൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ജയേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പം ജയേട്ടൻ്റെ കൂടെ ഞാൻ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ ആക്ട് ചെയ്യുമ്പോൾ എൻ്റെ ആക്ടിങ് എങ്ങനെയായിരിക്കും, തെറ്റുമോ ചീത്ത കേൾക്കുമോ അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറിക്കിട്ടി. ജയേട്ടൻ ഭയങ്കര സിമ്പിളായിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് ആക്ട് ചെയ്യുമ്പോൾ ഒക്കെ കുറേ ടിപ്സൊക്കെ പറഞ്ഞു തരുമായിരുന്നു. സിദ്ദീഖ് സാർ ആയപ്പോലും നമുക്ക് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത സിനിമ സിദ്ദീഖ് സാറിൻ്റെ ഈ ഫുക്രി എന്ന സിനിമയാണ്. രണ്ട് ക്യാരക്ടേഴ്സിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് സിനിമയിൽ. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം എനിക്കത് പറയാൻ പറ്റില്ല എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എൻ്റെ ക്യാരക്ടറിന്, അല്ലെങ്കിൽ പ്രയാഗയുടെ ക്യാരക്ടർ എങ്ങനെയാണ് വരുന്നത്, എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. സിനിമ കാണുമ്പോൾ മനസ്സിലാവും എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു സിനിമയിലെ ഒരു ചെറിയ റോള് ചെയ്യുന്നവർക്ക് കൂടെ അവരുടേതായ ഒരു സ്റ്റോറി ഉണ്ട് ഫുക്രി എന്ന സിനിമയിൽ. എല്ലാവർക്കും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് എല്ലാവരുടെ സ്റ്റോറി അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണ്. അങ്ങനെയാണ് ഫുക്രി എന്ന സിനിമ. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ പ്രാധാന്യം സിനിമയിലുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത സിനിമയായിരുന്നു ഫുക്രി. ഒരു ഫുക്രി ബംഗ്ലാവ് 15 days ഫുൾ ഒരു വീടിനകത്തായിരുന്നു. ഫുക്രി ബംഗ്ലാവ് പാലയിലൊരു വീട്ടിലായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാവും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും കളി ചിരിയും പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പ്രയാഗ ഇടയ്ക്ക് മിമിക്രി ഒക്കെ കാണിക്കും, സിദ്ദീഖ് സാറിനെ ജയേട്ടനെയൊക്കെ കാണിക്കും. അങ്ങനെ ഒരുപാട് നല്ല രസമാണ്. എനിക്ക് എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അങ്ങനെയൊക്കെ ആ ഒരു ഫീലായിരുന്നു എനിക്ക്. ലൊക്കേഷൻ ഫുൾ ഒരു വേറെ പുതിയ ആൾക്കാരാണെന്നൊരു ഫീലേ ഉണ്ടായിരുന്നില്ല. സിദ്ദീഖ് സാറിനെ എനിക്ക് നേരത്തെ ഞാൻ ചെന്നൈയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് ഡേ ആയിരുന്നു സാറിനടുത്ത് പോയി ചോദിച്ചു സാർ എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ. അപ്പോൾ സാറിന് എന്നെ ഓർമ്മയുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. പിന്നെ ലാൽ സാറിനെ ഞാൻ ശരിക്കും ലാൽ സാറിൻ്റെ ഡാൻസിൻ്റെ ഒക്കെ ഫാനാണ്. പെട്ടെന്ന് തന്നെ ലാൽ സാറിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ എങ്ങനെയാണെന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റാണ്, അതിൻ്റേതായിട്ടുള്ള ഒരു വില ഞാൻ സാറിന് നൽകിയിട്ടുണ്ട്. അപ്പം എനിക്ക് അങ്ങനത്തിനാണ് അവരെ കാണാനും കഴിഞ്ഞത് ആ സിനിമയിൽ. ഭയങ്കര ഡൗൺ ടു എർത്തായിരുന്നു എല്ലാവരും. നല്ല ഫീഡ്ബാക്സാണ്. എല്ലാവരും ടീച്ചറും ട്രെയിലറൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഈ ഹിന്ദു മുസ്ലിം ലുക്കാണ് എല്ലാവർക്കും ഡൗട്ടായിട്ട് വന്നിട്ടുള്ളത്. അത് ഞാൻ ഒരിക്കലും പറയില്ല, അത് സസ്പെൻസാണ്. എനിക്ക് തോന്നുന്നു ഹാപ്പി വെഡ്ഡിങ്ങിലൂടെയാണ് മുമ്പ് ഒരു ഇന്ത്യൻ പ്രണയകഥ, പിന്നെ അനാർക്കലി, ഫസ്റ്റ് മൂവി പൊട്ടാസ് ബോംബാണ്. അപ്പോൾ അതൊന്നും ചെയ്തപ്പോൾ തന്നെ അങ്ങനെ എല്ലാവർക്കും ഒന്നും അറിയില്ലായിരുന്നു. ഹാപ്പി വെഡ്ഡിങ് ചെയ്തിട്ടാണ് അനു സിത്താര എന്നുള്ളൊരു അതിൻ്റെ ഒരു പേര് തന്നെ ഇത്ര എല്ലാവരുടെ ഇടയിലും എത്തിപ്പെട്ടത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഹാപ്പി വെഡ്ഡിങ്ങിന് ശേഷം അങ്ങനെ കുറേ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാവരും അനു സിത്താര ഹാപ്പി വെഡ്ഡിങ്ങിൽ ഷാഹിനിയല്ലേ എന്നാലും ഇത് ചെയ്യണ്ടായിരുന്നു കേട്ടോ ഹരിയോടെന്നൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് പേര് വന്ന് പറയാറുണ്ട്.
ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ചായൻസ് ആണ്, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ചായൻസ് നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് എന്നെക്കാൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. ജയറാമേട്ടൻ, പ്രകാശ് രാജ് സാറ്, ഉണ്ണി മുകുന്ദൻ, ആദിൽ ഹുസൈൻ, സഞ്ജു, അമല പോൾ. ഇപ്പോൾ ഇവരുടെ കൂടെയൊക്കെ ഇവരൊക്കെ നേരിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അമല പോളിനെ കണ്ടിട്ടില്ല, ബാക്കി എല്ലാവരെയും കണ്ടു. അമല പോൾ ഇപ്പോൾ ഈ 25th ആ ഒരു ടൈമിലായിരിക്കും വരിക. പഴയ സിനിമകളൊക്കെ കാണുമ്പം ശോഭന ചേച്ചി, ഉർവശി ചേച്ചിയൊക്കെ ചെയ്ത് നല്ല പ്രധാനമുള്ള ക്യാരക്ടേഴ്സ് കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ ഡാൻസറാണ്, അപ്പോൾ ഡാൻസുമായിട്ട് എന്തെങ്കിലും റിലേഷനുള്ളൊരു ക്യാരക്ടർ കിട്ടിയപ്പോഴും എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു സിനിമയിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ ഞാൻ ഡാൻസറായിരിക്കും. നല്ലൊരു ഡാൻസറല്ല, അത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ശരിക്കും കലാമണ്ഡലം സ്റ്റുഡൻ്റാണ്. സിനിമയില്ലെങ്കിൽ പിന്നെ ഫുൾ എനിക്ക് ഡാൻസ് സ്കൂളുണ്ട്. ഡാൻസ് സ്കൂളിൽ കുട്ടികളായിട്ട് ഇങ്ങനെ ഡാൻസ് പ്രാക്ടീസും അങ്ങനെ പോകും. എൻ്റെ അച്ഛൻ്റെ പേര് അബ്ദുൽ സലാം, അമ്മ രേണുക, അനിയത്തിയുണ്ട് അനു സോനാര. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വിഷ്ണുപ്രസാദ്, എൻ്റെ അച്ഛൻ്റെ പേര് പ്രസന്നൻ, അമ്മ കോമളം, പിന്നെ 2 അനിയന്മാരുണ്ട്. അങ്ങനെ പോകുന്നു. ഫുക്രി ഫാമിലിക്കും ഒരുമിച്ചിരുന്ന്, അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസിന് എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് സന്തോഷിച്ച് കാണാൻ പറ്റിയൊരു സിനിമയാണ്. എല്ലാവരും പോയി സിനിമ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണം. കാരണം നിങ്ങളാണ് ഇനി എന്നെ പോലുള്ള ആർട്ടിസ്റ്റുകളുടെ മുന്നോട്ടുള്ള സിനിമകളൊക്കെ തീരുമാനിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അപ്പം നിങ്ങളുടെ അനുഗ്രഹം, സപ്പോർട്ടൊക്കെ ഞങ്ങളുടെ ഫുക്രി കുടുംബത്തിനും ഉണ്ടായിരിക്കണം. ഹലോ വ്യൂവേഴ്സ്, സെൻസേഷൻ എൻ്റർടൈൻമെൻ്റ് എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും വെരി മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുക, കാരണം ദിസ് ഈസ് എൻ ഓസം ചാനൽ.